എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന് 2 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തതിനിടയിൽ വിജിലൻസ് പിടികൂടിയ സംഭവം കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഉരസലിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് നാടകം. ഇതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തും എന്ന് സാധാരണ ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. EDയെ പിന്തുണയ്ക്കുന്ന, BJPയെ പിന്തുണയ്ക്കുന്ന, കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ EDയെ കള്ളക്കേസിൽ കുടുക്കി എന്ന തരത്തിൽ പറയുമ്പോൾ EDയെ കള്ളത്തരം കാണിക്കുന്ന ഒരു ഏജൻസിയാണ് എന്ന് തെളിയിക്കാൻ പിണറായി വിജയൻ വ്യഗ്രത കാട്ടുകയാണ്. പിണറായിയുടെ പോലീസിന്റെ ഈ അതിശുഷ്കാന്തിയും ജാഗ്രതയും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമല്ല. നേരെ മറിച്ച് ED കുരുക്കിൽപ്പെട്ടിരിക്കുന്ന CPM നേതാക്കൾ, പ്രത്യേകിച്ച് പിണറായിയുടെ മകളടക്കമുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒത്തുതീർപ്പിനുള്ള ഒരു ഫോർമുലയ്ക്ക് വേണ്ടിയുള്ള നീക്കമാണ് എന്ന് വ്യക്തമാണ്. ഇവിടെ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, EDയിലെ ചില ഓഫീസർമാർ കൈക്കൂലിക്കാരാണ്. അവർ കൈക്കൂലി ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കൈക്കൂലിയുടെ പേരിലാണ് ഇപ്പോൾ അവർ അറസ്റ്റിലായിരിക്കുന്നത്. അത് കള്ളത്തരമല്ല. വിജിലൻസ് ഒരു കള്ളക്കേസ് എടുത്തതല്ല ED ഉദ്യോഗസ്ഥർക്കെതിരെ എന്നതാണ് ആദ്യത്തെ സത്യം. രണ്ടാമത്തെ സത്യം, അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായല്ല, ഒത്തുതീർപ്പിന് വേണ്ടി, പക വീട്ടുന്നതിന് വേണ്ടി, EDയെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് പിണറായി കേസെടുത്തത് എന്നതാണ്. ഇത് രണ്ടും സത്യമായി നിൽക്കുമ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് നീതി കൊടുക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനും BJPക്കും മോദിക്കുമാണ്. EDയെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയല്ല കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്, ED ചെയ്യേണ്ടത്. EDയുടെ പത്രക്കുറിപ്പിൽ പറയുന്നതും അത് തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന്. ED വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ED ഓഫീസിലെ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരായി മാറിയത്. ഇത് ഒരു പൊളിച്ചെഴുത്തിന്, നവീകരണത്തിന് കാരണമായി മാറണം. കേരളത്തിന് പുറത്തുള്ള EDയെ കുറിച്ചൊരു ധാരണയും നമുക്കാർക്കുമില്ല. നമ്മൾ EDയെ കുറിച്ച് കേൾക്കുന്നത് മുഴുവൻ 2 തരത്തിലാണ്. ഒന്ന്, ED കള്ളപ്പണത്തിനെതിരെ നിയമയുദ്ധം നടത്തുന്നു എന്ന വാർത്ത. 2, ED വിരുദ്ധരും മോദി വിരുദ്ധരും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിന് വേണ്ടി ED എന്ന അന്വേഷണ ഏജൻസി ഉപയോഗിക്കുന്നു എന്ന ആരോപണം. ഇതിന് രണ്ടിനുമിടയിലാണ് സത്യം. അതുകൊണ്ട് ഈ വിഷയത്തിൽ മോദി സർക്കാർ ജനങ്ങളോടൊപ്പമാണെങ്കിൽ EDക്കെതിരെ ശക്തമായ അന്വേഷണം, പ്രത്യേകിച്ച് കൊച്ചി ഓഫീസിനെതിരെ ശക്തമായ അന്വേഷണം പ്രഖ്യാപിക്കണം. ED ഡയറക്ടറും കേന്ദ്ര സർക്കാരുമൊക്കെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണത്തിലേക്ക് നിയോഗിക്കണം. കൊച്ചിയിലെ ED ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി വലിയ അഴിമതിയും ഇടനിലയും നടക്കുന്നു എന്നത് വാസ്തവമാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ED കേസെടുത്ത പലരോടും ഞാൻ സംസാരിക്കുകയുണ്ടായി. നിരവധി കള്ളന്മാരെ ED രക്ഷിച്ചിരിക്കുന്നു. നിരവധി നിരപരാധികൾ ED കേസിൽപ്പെട്ട് ഉഴറുന്നു എന്ന് വ്യക്തമാവുന്ന തെളിവുകൾ പലതും എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ പ്രമുഖമായ ഒരു ഫർണിച്ചർ നിർമ്മാണ വിതരണ കമ്പനി, അവർക്ക് പല സാമ്പത്തിക ഇടപാടുകളുമുണ്ട്. എന്നാൽ നിയമപരമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതിൻ്റെ ഉടമ. ഞാൻ അയാളുടെ അനുമതി ചോദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ കമ്പനിയുടെയോ ആളിൻ്റെയോ വിശദാംശങ്ങൾ പുറത്തു പറയാത്തത്. ഈ കമ്പനി അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു പ്രമുഖ ഹോട്ടൽ വിൽക്കുന്നു. ഹോട്ടൽ വിൽക്കുന്നത് നിയമപരമായി കൃത്യമായ രേഖകൾ ഉണ്ടാക്കി കള്ളപ്പണം ഒഴിവാക്കിക്കൊണ്ടാണ്. ഈ ഹോട്ടൽ വാങ്ങാൻ വേണ്ടി എത്തിയവർ കളങ്കിതരായിരുന്നു. അവരെ സാമ്പത്തികമായി സഹായിച്ചത് മറ്റൊരാളായിരുന്നു. ആ കച്ചവടത്തിനിടയിൽ അവർ തമ്മിൽ ഭിന്നതയുണ്ടാകുന്നു. കാരണം ഈ കളങ്കിതനായ കച്ചവടക്കാരനെ ഈ ഹോട്ടൽ പറഞ്ഞതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അടിച്ചു മാറ്റാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഒടുവിൽ അത് കേസാവുന്നു. ഈ കേസിനെ കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ കണ്ടിട്ട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നോട്ടീസ് അയക്കുകയാണ് ഈ ഹോട്ടലിൻ്റെ ഉടമകൾക്ക്. അവർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അനേകം തവണ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും രേഖകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തു. അതിനിടയിൽ സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ അപ്രോച്ച് ചെയ്തത് രഞ്ജിത്ത് വാര്യർ എന്നു പേരുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. EDയുടെ ഓപ്പറേഷൻ അങ്ങനെയാണ്. ED ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരിൽ ചിലരെ ഇടനിലക്കാരായി നിയോഗിച്ചിരിക്കുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും കമ്പനി സെക്രട്ടറിമാരും ഒക്കെയാണ് EDയുടെ ഇടനിലക്കാർ. അവരുമായി മാത്രമാണ് ED ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നത്. അവർക്ക് താഴെയാണ് ഏജന്റുമാരുള്ളത്. ചില ഏജന്റുമാർക്ക് EDയുമായി നേരിട്ട് ബന്ധമുണ്ടെങ്കിലും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരാണ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ തമ്മിൽ ഒരു ബന്ധമുണ്ട് പരസ്പരം. ഏതെങ്കിലും ഒരാൾ ED കേസിൽപ്പെട്ടാൽ ഇടനിലക്കാരായ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ സഹായത്തോടു കൂടി ED കേസിൽപ്പെട്ടവരെ കാര്യം ബോധിപ്പിക്കുകയാണ്. ഏത് തരത്തിലും EDക്ക് നിങ്ങളുടെ മേൽ കേസെടുക്കാൻ പഴുതുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഒരാൾ NRI ആണെങ്കിൽ പോലും EDക്ക് കേസെടുക്കാൻ വകുപ്പുകളുണ്ട്. കാരണം കള്ളപ്പണ ഇടപാടും ഫെമ നിയമലംഘനവും EDയുടെ പരിധിയിൽപ്പെടും. ഫെമ നിയമലംഘനം അനധികൃതമായ സാമ്പത്തിക ഇടപാട് കണ്ടുപിടിക്കാനുള്ളതാണെങ്കിലും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും കേസെടുക്കാം. ഇനി കേസ് ഒരിടത്തും എത്തുകയില്ല എന്ന് കരുതുക. ഒരാൾ ഹരാസ് ചെയ്യാൻ EDക്ക് ഒരു രീതിയുണ്ട്. ED ഒരാൾക്ക് നോട്ടീസ് അയച്ചാൽ നോട്ടീസ് കിട്ടുന്നയാൾ
ED ഓഫീസിൽ താഴെ വന്ന് റിസപ്ഷനിൽ കാത്തിരിക്കണം. മണിക്കൂറുകൾ അവിടെ ഇരുത്തും, ഒരുപക്ഷെ 6-7 മണിക്കൂർ ഇരുത്തും. പിന്നെ EDയുടെ 2ാം നിലയിലെ ബാൽക്കണിയിലാണ് കൊണ്ടിരുത്തുന്നത്. രണ്ടിടത്തും അവർ ഇരുന്നാൽ അയാൾ പ്രമുഖനാണെങ്കിൽ ചാനൽ ക്യാമറകൾ പകർത്തും, വാർത്തയും പുറത്തു വരും. എന്നെ കൊണ്ട് 2 ദിവസം ഇരുത്തിയ കഥ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവുമില്ലാതെ. ഇങ്ങനെ അവരെ മാനസികമായി പീഡിപ്പിക്കുക. വൈകുന്നേരമാകുമ്പോഴേക്കും പറയും അടുത്ത ദിവസം വരുമെന്ന്. പിന്നെ അല്ലെങ്കിൽ മറ്റൊരു നോട്ടീസ് കൊടുക്കും. ഈ ദിവസം അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ മണിക്കൂറുകൾ കാത്തിരുത്തിയിട്ട് മുറിക്കകത്ത് കൊണ്ടുപോയി ഉദ്യോഗസ്ഥൻ ചോദ്യം ചോദിക്കാൻ ഇരിക്കും. ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ അരമണിക്കൂർ മറ്റൊരു ഉദ്യോഗസ്ഥനുമായി സംസാരമായിരിക്കും. അങ്ങനെ 10 മണിക്കൂറും 12 മണിക്കൂറും ഇടപെട്ടാണ് അരമണിക്കൂർ പണി ചെയ്യുന്നത്. ഇങ്ങനെ ഹരാസ് ചെയ്ത് മനസ്സ് പഠിപ്പിച്ച് വിടും. ഇവിടെയാണ് ഇടനിലക്കാർ ഇടപെടുന്നത്. രഞ്ജിത്ത് വാര്യരെ പോലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്മാരാണ് ഇടനിലക്കാർ. അവർക്ക് വേണ്ടി പിന്നീട് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത് മുകേഷിനെ പോലെയുള്ള, വിൽസനെ പോലെയുള്ള ഏജന്റുമാരാണ്. ഇതൊരു സത്യമാണ്. ED കേസിൽ ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇതിൻ്റെ ഇരകളാണ്. ഈ വലിയൊരു മാഫിയായി ED പ്രവർത്തിച്ചു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ED രാഷ്ട്രീയ പക വീട്ടുന്നതിന് വേണ്ടി കൈക്കൂലി വാങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന തരത്തിലാണ്. പിണറായി വിജയനും വിജിലൻസും ശ്രമിക്കുന്നത് അത്തരത്തിലാണ്. കൈക്കൂലി എന്നത് വാസ്തവമാണ്. രാഷ്ട്രീയ പകയിലും കുറച്ച് കാര്യമുണ്ടാവും, നമുക്കറിയില്ല. അതിന് തെളിവ് എൻ്റെ കയ്യിലില്ല. എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ED ഉദ്യോഗസ്ഥന്മാർ നിരവധി കളങ്കിതരെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങി രക്ഷിക്കുന്നു എന്നതാണ്. അന്വേഷണം ചെന്നെത്തേണ്ടത് അങ്ങനെ തന്നെയാണ്. ED ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള കേസുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ED കേസെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി CM രവീന്ദ്രനെ ED കേസെടുത്ത് വിളിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ കേരളം കണ്ട അനേകം കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുള്ള PV അൻവറിനെതിരെ ED കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല. ആരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടില്ല. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്തെങ്കിലും നടപടി ഉണ്ടായത്. ED കളങ്കിതരായ കച്ചവടക്കാരെ കാശ് കൊടുത്ത് രക്ഷിച്ചു എന്ന ആരോപണം പിണറായിയും വിജിലൻസും പറയുന്നത് പോലെ രാഷ്ട്രീയ എതിരാളികളോട് പകവീട്ടാൻ വേണ്ടി ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കളങ്കിത കച്ചവടക്കാരെയും നേതാക്കളെയും രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ പിണറായിയുടെ മകളും PV അൻവറിനെ പോലുള്ള കളങ്കിതരും രക്ഷപ്പെട്ടു നിൽക്കുന്നത് വാസ്തവത്തിൽ EDയിലെ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. PV അൻവർ പറഞ്ഞാൽ മറുനാടൻ ഷാജിന് നിയമവിരുദ്ധമായി നോട്ടീസ് അയക്കാൻ EDക്ക് കഴിയുമെങ്കിൽ അതിനർത്ഥം അവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നതാണ്. പിണറായിയും അദ്ദേഹത്തിന്റെ വിജിലൻസും അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി വളരെ കൃത്യമായി ചില അന്വേഷണം നടത്തി സെറ്റിൽമെന്റിലെത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ മോദിയോ കേന്ദ്ര സർക്കാരോ അതിന് വഴങ്ങിക്കൊടുക്കരുത്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇത് പകവീട്ടലാണ് എന്നൊരു പരിപ്രേക്ഷ്യമുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ല. നേരെ മറിച്ച് ED ഉദ്യോഗസ്ഥരെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുകയാണ്. അന്വേഷണം നടത്തുക അത്ര പ്രയാസമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഫർണിച്ചർ കമ്പനി ഉടമയെ പോലെ നിരപരാധികളായ പലരെയും ED പീഡിപ്പിച്ചിട്ടുണ്ട്. കുറ്റവാളികളായ കള്ളപ്പണ ഇടപാട് നടത്തുന്ന പലരും കൈയും വീശി നടക്കുന്നുണ്ട്. PV അൻവറും പിണറായിയുടെ കുടുംബവും CM രവീന്ദ്രനും ഒക്കെ രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചാൽ സാമ്പത്തിക ഇടപാടിന്റെ ദുർഗന്ധം കണ്ടെത്താൻ കഴിയും. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ മോദി സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അടിയന്തരമായി EDയിലെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറെ കാലമായി നടത്തിയ എല്ലാ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കണം. അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അവിടെ ഇത്തരം പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ പണിയെടുത്ത നല്ല ഉദ്യോഗസ്ഥരെ ആദരിക്കണം. അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. അഴിമതിക്കാരെ പിരിച്ചുവിടണം. അവരുടെ അനധികൃത സ്വത്തും സമ്പാദ്യവും പിടിച്ചെടുക്കണം. അവരെ ജയിലിൽ അടയ്ക്കണം. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അഴിമതി വിരുദ്ധമാക്കാനുള്ള ശ്രമമാകണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി പുതിയ സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിലവിലുള്ള ഉദ്യോഗസ്ഥർ അവർ എല്ലാ കേസും അട്ടിമറിക്കാനേ ശ്രമിക്കൂ. ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവന്നവരോട് പകവീട്ടാനേ ശ്രമിക്കൂ. അതിന് കേന്ദ്ര സർക്കാർ നിന്നുകൊടുക്കരുത്. അനീഷ് ദാസ് എന്ന ഇപ്പോഴത്തെ കേസിലെ ഇര, അയാൾ ഭൂലോക തട്ടിപ്പുകാരനാണ് എന്ന് ഓർക്കണം. അയാൾ 10 വർഷം മുമ്പ് തന്നെ അയാൾ കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അനേകം പേരെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റോയൽ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരാളെ മാത്രം 15.5 കോടി രൂപ പറ്റിച്ചിട്ടുണ്ട്. അതൊക്കെ സിവിൽ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. അയാൾക്ക് ടാൻസാനിയയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് ഇടപാടുകളൊക്കെ EDക്ക് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വകുപ്പുള്ളതാണ്. എന്തുകൊണ്ട് അയാളെപ്പോലുള്ളവർ ഇതുവരെ അറസ്റ്റിലായില്ല എന്നതും ഇത്തരം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് കാരണമാകണം. കേന്ദ്ര സർക്കാർ ഇതിനെ ഗൗരവമായി എടുക്കണം. ഇതിന് പിന്നിലുള്ള അഴിമതിയും തട്ടിപ്പുമൊക്കെ പുറത്തു കൊണ്ടുവരണം. EDയെ ശുദ്ധീകരിച്ച് മോദി സർക്കാർ അവരുടെ മാനം രക്ഷിക്കണം. കൊച്ചിയിലെ ED ഓഫീസർമാരെ മുഴുവൻ അടിമുടി മാറ്റി വേണം ഈ വിപ്ലവത്തിന് തുടക്കമിടാൻ.